നാളെ നടക്കുന്ന വോട്ടെണ്ണലിനായുള്ള ക്രമീകരണങ്ങൾ എറണാകുളം ജില്ലയിൽ പൂർത്തിയായി. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കുസാറ്റിലും ചാലക്കുടി മണ്ഡലത്തിലേത് ആലുവ UC കോളേജിലും നടക്കും. വോട്ടെണ്ണലിന് മുന്നോടിയായുള്ള മോക്ക് ഡ്രില്ലും പൂർത്തിയായിരുന്നു. നാളെ രാവിലെ 6-ന് സ്ട്രോങ് റൂം തുറന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ പുറത്തെടുക്കും. രാവിലെ 8-ന് പോസ്റ്റൽ ബാലറ്റാണ് ആദ്യം എണ്ണി തുടങ്ങുക. എറണാകുളം മണ്ഡലത്തിലാകെ 6902 പോസ്റ്റൽ വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. 8:30-ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. ആദ്യ ഫലസൂചനകൾ 8:30-ന് ശേഷം പുറത്തു വന്നു തുടങ്ങും. EVM മെഷീനുകൾ എണ്ണുന്ന ഓരോ മേശയിലും 4 ഉദ്യോഗസ്ഥരുണ്ടാകും. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്ന മേശയിൽ 5 ഉദ്യോഗസ്ഥരുമുണ്ടാകും. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത് കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ ആലുവ UC കോളേജിലാണ് എണ്ണുന്നത്. എറണാകുളത്ത് 1130 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളും ചാലക്കുടിയിൽ 1198 യന്ത്രങ്ങളിലെ വോട്ടുമാണ് എണ്ണാനുള്ളത്. കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണേണ്ടി വരുന്നത്. ഇവിടെ 14 റൗണ്ടാണ് എണ്ണുക. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ നടക്കുക. സ്ട്രോങ് റൂം, കൗണ്ടിംഗ് ഹാളിന്റെ മുൻവശം എന്നിവിടങ്ങളിൽ കേന്ദ്ര ആംഡ് പോലീസ് സുരക്ഷയൊരുക്കും. വോട്ടെണ്ണലിനായി 1750 ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും 14 ടേബിളുകളിൽ ഒരേ സമയം വോട്ടെണ്ണും. ഒരു ടേബിളിൽ 4 ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക. സ്ഥാനാർത്ഥികൾക്ക് ഓരോ കൗണ്ടിംഗ് ഏജന്റിനെയും നിയമിക്കാം. ഹാളിലെ ചുമതല അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കാണ്. മുഴുവൻ റൗണ്ടുകളും പൂർത്തിയായ ശേഷം VVPAT മെഷീനുകൾ എണ്ണും. വോട്ടെണ്ണലിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളും VVPAT യന്ത്രങ്ങളും നിയമസഭാ മണ്ഡലം തിരിച്ച് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. ജനം, കൊച്ചി.